നല്ല പടമാണ് മോനെ. നമ്മൾ ലാസ്റ്റ് വരെ പിടിച്ചിരുത്തുന്നുണ്ട്. ഏതാ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ആസിഫ് അലി കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായ രേഖാചിത്രം എന്ന് പറഞ്ഞ മലയാള സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2025 ഒരുപാട് പ്രതീക്ഷകളോടെ നിരവധി ചിത്രങ്ങൾ എത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രങ്ങളൊന്നാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചിത്രത്തിന്റെ ഇതിനോട് തന്നെ പുറത്തുനിന്ന പോസ്റ്ററുകൾ തന്നെയായിരുന്നു. മലയാള സിനിമയിൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററുകൾ കൊണ്ടുവരെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രമായിരുന്നു രേഖാചിത്രം. ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കാൻ ജോഫിൻ ഡി ചാക്കോയാണ്. പ്രീസ്റ്റ് എന്ന് പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായിട്ട് എത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറായിരുന്നു അദ്ദേഹം. എന്തൊക്കെയാണ് ആ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സക്സസ് ആയിട്ട് മാറിയിട്ടുണ്ട്. വീണ്ടും ആ ഒരു സക്സസ് തുടർച്ച നേടിയെടുക്കാൻ തന്നെയാണ് ആസിഫ് അലി രേഖാചിത്രം തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്നത്. അനശ്വര രാജൻ ചിത്രത്തിൽ നായികയായിട്ട് വരുന്നുണ്ട്. വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയ്ക്ക് അണിനിരക്കുന്നുണ്ട്. മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, അതോടൊപ്പം തന്നെ സിദ്ദിഖ്, ജഗദീഷ്, സായികുമാർ, ശ്രീകാന്ത് മുരളി, നിഷാന്ത് സാഗർ, പ്രേംപ്രകാശ്, സുധീക് കൊപ്പ തുടങ്ങി മലയാളത്തെ ചെറുതും വലുതുമായിട്ടുള്ള താരങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വളരെയധികം വ്യത്യസ്തതകൾ നിറഞ്ഞൊരു ചിത്രമായിട്ട് മാറുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ അവസാനം വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്ന് തന്നെയാണ് ചിത്രത്തിനെക്കുറിച്ച് ഇതിലൂടെ തന്നെ ലഭിച്ചിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ. 2 മണിക്കൂർ 19 മിനിറ്റോടെ ചിത്രത്തിന്റെ ദൈർഘ്യം. കഴിഞ്ഞ വർഷം ആസിഫ് അലി നായകനായിട്ടെത്തിയ തലവൻ, അതോടൊപ്പം കിഷ്കിന്താകാരൻ തുടങ്ങിയ സിനിമകളൊക്കെ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിജയക്കുതിർപ്പ് വീണ്ടും തുടരാൻ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിലൂടെ കാണിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി കേരളത്തിലെ തിയേറ്ററുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഉച്ചയോടുകൂടി നമുക്ക് ചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. നിലവിൽ ലഭിച്ചിരിക്കുന്ന പ്രിവ്യൂ ഷോകൾക്ക് തന്നെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ എത്ര വരെയാണ് ഇന്ന് ആസിഫ് അലി നായകനായിട്ടുള്ള രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.